ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ രാത്രി ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാവും കേട്ടോ. മിഷുപ്പി പറഞ്ഞതിൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇവരിന്ന് നേരത്തെ വന്ന് നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ റാത്തയിലേക്കാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഏകദേശം ഞാൻ ഇവിടെ വന്ന ആ ഒരു സമയം മുതൽ എന്തോ ഫുഡ് ജസ്റ്റ് ഒരു സൂപ്പാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ വന്നിട്ടാണ് കഴിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഓണർ നിഷക്ക ഭയങ്കര ക്ലോസ് ആണ്. നമ്മൾ ഷോപ്പിലേക്കുള്ള എല്ലാ ഫംഗ്ഷനും ഇപ്പോൾ ഇവരാണ് ഫുഡൊക്കെ എത്തിക്കാറുള്ളതെന്നാണ്. ഇപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ മാംഗോ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാംഗോ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അവിടെ നോക്കും, അത് കാണും, കരയും. അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ പോയി നിന്നപ്പോഴേ ആ മോൾ അവിടെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു അമ്മ മേടിച്ച് കൊടുക്കുക, ഓർഡറൊക്കെ കൊടുക്കുന്ന കണ്ടിരുന്നു. ഞങ്ങൾ നേരെ പോയി ഇനി കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം പോയി ഇരുന്നാൽ മതിയല്ലോ, പിന്നെ നമ്മൾ എണീറ്റ് നടക്കണ്ടല്ലോ. അങ്ങനെ ദാ അവിടെ എത്തിയിരുന്ന് ഇനി ആ ബുക്കൊക്കെ എടുത്ത് വെറുതെ എങ്കിലും ഒരു ഷോ ഓഫ് ഒക്കെ കഴിക്കാനാണല്ലോ നമ്മൾ പൊതുവേ ഉള്ള പണി നോക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യും. കാരണം അതിലുള്ളതാണോ ഇല്ലേന്ന് പിന്നത്തെ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ട എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും അതേ കഴിക്കുള്ളൂ. എന്നാലും വെറുതെ ഒന്ന് നോക്കി ഇനിയിപ്പോൾ എന്തായാലും ഓർഡർ ചെയ്യാം. അങ്ങനെ ഇതാ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ഹാപ്പിയാണ് അല്ലേ. എപ്പോഴും അങ്ങനെയാണല്ലോ, ഇനിയിപ്പോൾ ഫുഡ് വേഗം എത്തും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇങ്ങനെ വരും മൈൻഡിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സൂപ്പിൻ്റെ കാര്യം നിഷാക്കാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ബാംഗ്ലൂർ സെറ്റിലായ സമയത്താണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. ചിക്കൻ വാഞ്ചോ സൂപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. കാരണം നമ്മളത് ആ ചൂടോടെ തന്നെ അത് കഴിക്കണം. മിഷുപ്പിയൊക്കെ അത് അവിടെ വെച്ച് പിന്നെ തണിഞ്ഞതിന് ശേഷം ആ കുടിക്കുന്ന ഒരു ഇതാണ് എപ്പോഴും കാണാറ് കേട്ടോ. പക്ഷെ അത് ആ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ അതിനൊരു രസം ഉണ്ടാവില്ല. പിന്നെ നമ്മളതിന് മുമ്പേ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഒരു ചിക്കൻ ഈ സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അത്ര സ്പൈസി ഒന്നുമല്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു എളുപ്പമായിരിക്കും. മിഷുപ്പിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മളത് മേടിച്ചത്. അപ്പോൾ മിഷുപ്പിയും ഒന്ന് കഴിച്ചു, ഹൈസയും ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നിഷയൊക്കെ ഞങ്ങൾ 4 പീസ് അങ്ങനെ 4 പേർക്ക് ഓരോന്നും എടുക്കാൻ പറ്റുന്ന തക്കോണത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചത് ഒരു ഇത്തിരി അൽഫാം പോലത്തെ ഒരു ചിക്കൻ, ആ ഒരു ആഗ്രഹം വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ പിന്നെ ആ ഒരു അൽഫാമും കഴിച്ചു. പിന്നെ ഒരു എന്താ പറയുക, കുറച്ച് മന്തി റൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ, അത്രയും നമ്മൾ കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരോ പീസ് എടുക്കാൻ പറ്റുക തക്കോണം ആ ഒരു ഇത് മാത്രം. കാരണം ഓവറായിട്ട് കഴിക്കാനും നമുക്ക് വേണ്ട. അതായത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിയുന്നത് നമ്മൾ കുറച്ചാക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ആ ഹോട്ടലിൻ്റെ ഓണറെ നമ്മൾ വിളിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരികയുണ്ടായി. കുറേ ഞാൻ വീഡിയോസൊക്കെ എൻ്റെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ അവരെന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും ലോങ് വീഡിയോ ഇടും, നിങ്ങൾ എന്തായാലും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്ര റൈസ് മാത്രമേ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഷെയർ ഇട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടും നമുക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോയി നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പം ആ ഒരു വൈബ് ഉണ്ടാവില്ല, അത് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു നമ്മളിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിട്ടും നമുക്ക് സന്തോഷമായിട്ടും കഴിച്ച് നമ്മൾ എന്താ പറയുക, അപ്പോഴേക്കും 2-3 ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ചുറ്റും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിഷാക്ക പറഞ്ഞു വേണ്ട, അവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടു. മോക്ക് കഷ്ണം കേക്കും ഐസ്ക്രീമൊക്കെ ഓയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതിന് കൊടുത്തപ്പോൾ മിഷുപ്പി പറഞ്ഞു എനിക്കും വേണം ഐസ്ക്രീം. അങ്ങനെ അവൾക്കൊരു സ്ട്രോബെറി ഐസ്ക്രീമും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിത് ആ സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആ സൈഡിൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ആ ഓണറോട് ചാറ്റ് ചെയ്യുകയൊക്കെ പറഞ്ഞ് എല്ലാവരോടും താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.